ഇന്ത്യയിലെ 78% ദമ്പതികളും സ്ലീപ്പിംഗ് ഡിവോഴ്സിലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സ്ലീപ്പിംഗ് ഡിവോഴ്സ്? ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലാതെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉറങ്ങുന്നതിനെയാണ് സ്ലീപ്പിംഗ് ഡിവോഴ്സ് എന്ന് വിളിക്കുന്നത്. ഗാഢനിദ്രയ്ക്ക് വേണ്ടിയാണ് ആളുകൾ ഇണകളെ ഉപേക്ഷിച്ച് ഉറങ്ങാനായി മാറിക്കിടക്കുന്നത്. എന്നാൽ ഇതത്ര നല്ല ശീലമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റെസ്മെഡിന്റെ ഗ്ലോബൽ സ്ലീപ്പ് സർവേയിലാണ് ഇന്ത്യൻ ദമ്പതികളുടെ സ്ലീപ്പിംഗ് ഡിവോഴ്സിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 13 രാജ്യങ്ങളിലെ 30,000 ദമ്പതികളെയാണ് റെസ്മെഡ് സർവേ നടത്തിയത്. സ്ലീപ്പിംഗ് ഡിവോഴ്സിൽ ഏറ്റവും മുന്നിലുള്ളത് ഇന്ത്യ ആണ് എന്നതാണ് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 78% ദമ്പതികളാണ് ഈ രീതി പിന്തുടരുന്നത്. തൊട്ടു പിന്നിലുള്ളത് ചൈനയാണ്. ചൈനയിലെ 67% ദമ്പതികളാണ് വേർപിരിഞ്ഞു കിടന്നുറങ്ങുന്നത്. പട്ടികയിൽ 3-ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ്. ഇവിടെ 65% ദമ്പതികളും തനിച്ചു കിടന്നാണ് ഉറങ്ങുന്നത്. UK-യിലെയും അമേരിക്കയിലെയും ദമ്പതികൾ മാസത്തിൽ പകുതി ദിവസങ്ങളിൽ ഒന്നിച്ചുറങ്ങാറുണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ബാക്കി ദിവസങ്ങളിൽ ഇവരും തനിച്ചു കിടന്നാണ് ഉറങ്ങുന്നത്. ആഗോളതലത്തിൽ ഉറക്കം വളരെ വലിയ പ്രശ്നമായി നേരിടുന്നുവെന്നാണ് സർവേയിലെ പ്രധാന കണ്ടെത്തൽ. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം, ഉത്കണ്ഠ, സാമ്പത്തിക പ്രശ്നം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉറക്കക്കുറവിന് പ്രധാന കാരണങ്ങളായി പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കത്തിന്റെ ഗുണനിലവാരവും ആരോഗ്യവും മെച്ചപ്പെടുത്താനാണ് ദമ്പതികൾ വേർപിരിഞ്ഞ് ഉറങ്ങുന്നതെന്ന് പഠനത്തിൽ പറയുന്നു. പങ്കാളിയുടെ കൂർക്കം വലി, ശ്വാസം മുട്ടൽ, ഡ്യൂട്ടി സമയം, കിടക്കയിൽ ഫോണിന്റെ സ്ക്രീൻ ഉപയോഗം എന്നിവയാണ് സ്ലീപ്പിംഗ് ഡിവോഴ്സിനുള്ള മറ്റു കാരണങ്ങൾ. എന്നാൽ ദമ്പതികളുടെ ഒന്നിച്ചുള്ള ഉറക്കത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പങ്കാളിയുമായി കിടക്ക പങ്കിടുന്നത് പ്രണയ ഹോർമോണായ ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നതിന് കാരണമാകും. ഇത് വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവ കുറയുന്നതിനും ജീവിതത്തിലെയും സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുവെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ആഴ്ചയിൽ ശരാശരി 3.83 രാത്രികളിലാണ് നല്ല ഉറക്കം ലഭിക്കുന്നത്. പുരുഷന്മാർക്ക് ഇത് 4.13 രാത്രികളാണ്. ഹോർമോൺ മാറ്റങ്ങളാണ് സ്ത്രീകൾക്ക് വില്ലനാകുന്നത്. 38% സ്ത്രീകൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടുമ്പോൾ പുരുഷന്മാരിൽ 29% പേരാണ് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതായത് ഇന്ത്യൻ ദമ്പതിമാരിൽ 70% നന്നായി വിശ്രമിക്കാൻ പങ്കാളികളില്ലാതെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഒരുമിച്ചല്ലാതെ ഉറങ്ങുന്നത് ബന്ധങ്ങളുടെ വിള്ളലിന്റെ ഭാഗമായിട്ടല്ല, പകരം മെച്ചപ്പെട്ട ഉറക്കത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പങ്കാളിയുടെ കൂർക്കം വലി അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം എന്നീ കാരണം കൊണ്ട് വേറിട്ട് കിടക്കുന്നത് 32% ആളുകളാണ്. UK-യിലും US-ലും പങ്കാളികളിൽ പകുതി പേർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ 50% പേർ പ്രത്യേകിച്ചുറങ്ങാൻ താല്പര്യം കാണിക്കുന്നവരാണ്. ഉറക്കക്കുറവ് ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമാകുന്നതാണ്. ദീർഘകാല ഉറക്കക്കുറവ് വൈജ്ഞാനിക തകർച്ച, മാനസികാവസ്ഥയിലെ തകരാറുകൾ, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹൃദയസ്തംഭനം, പ്രമേഹം, പക്ഷാഘാതം എന്നിവയിലേക്കും ഇത് നയിച്ചേക്കാം.